ഗുഡ് മോർണിംഗ്. എവിടെ രാജലക്ഷ്മി? വാ. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. ഹിയർ ഇസ് എ ഗുഡ് ന്യൂസ് ആൻഡ് സർപ്രൈസ് ഫോർ യു. എന്താ മോളെ? റിലീസിംഗ് ഓർഡർ കോടതി വെറുതെ വിട്ടു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എല്ലാത്തിന്റെയും മുകളിൽ ഒരു ന്യായാധിപനുണ്ടല്ലോ, ഈശ്വരൻ. അവന്റെ തീർപ്പ് നമുക്ക് അനുകൂലമാവുള്ളൂ. ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയിട്ടും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നല്ലോ ഇത്രയും നാൾ രാജലക്ഷ്മി കാത്തിരുന്നത്. വല്യമാമ, ഇപ്പൊ തന്നെ ഷിഫ്റ്റ് ചെയ്താലേ വീട്ടു സാധനങ്ങൾ 2 ദിവസം കൊണ്ട് പൂനെയിലെത്തു. അതിനുള്ള ഏർപ്പാട് ചെയ്യണം. ഞാൻ നാട്ടിലൊന്ന് വിളിച്ചറിയിക്കട്ടെ. ഈ ഒരു വിവരം അറിയാൻ അവരും കാത്തിരിക്കുക. അയ്യോ, ഞാൻ മറന്നു. സാറിന് എന്താ കുടിക്കാൻ? താങ്ക്സ്. ഇത്രയും നാൾ കാർമേഘം മൂടിയ മനസ്സായിരുന്നു അതിൻ്റെത്. ഇപ്പോഴാ ഒന്ന് തെളിഞ്ഞു കണ്ടത്. എന്തായാലും ഇവിടെ വെച്ച് സംഭവിച്ചതെല്ലാം എന്നും നല്ലൊരു ഓർമ്മയായി മനസ്സിലിരിക്കട്ടെ. ഒന്നും അങ്ങോട്ട് പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. എനിവേ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, കേറ്. ഓക്കെ. ഓ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? എന്താ മാഡം? എന്റെ പേഷ്യന്റിന്റെ കേസ് ഷീറ്റിൽ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാത്ത മെഡിസിൻസ് ഒക്കെ എഴുതി ചേർത്തിരിക്കുന്നു. ഹൂ ഡിഡ് ദിസ്? ഒരു മാസത്തിലേറെയായി ഈ ചീറ്റിംഗ് തുടങ്ങിയിട്ട്. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫും എന്റെ മുന്നിൽ ഹാജരാവണം വിത്തിൻ 1 hour. റിയോബിനെറ്റ്, ഫാക്ടറേറ്റ്, അൾട്ടിപേസ് എന്നീ കോസ്റ്റ്ലി മെഡിസിൻസ് ആണ് എന്റെ കൈപ്പടയിൽ എഴുതി ചേർത്ത് ഈ കൂട്ടത്തിൽ ആരോ മിസ്യൂസ് ചെയ്തിരിക്കുന്നത്. മാസങ്ങളായി ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് എന്റെ പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ക്രിമിനൽ ഓഫൻസ്. മിസ്റ്റർ ചന്ദ്രപ്പൻ, യു ആർ ദ ഫാർമസിസ്റ്റ്. നിങ്ങളുടെ അറിവോടാണ് സ്റ്റോറിൽ നിന്ന് ഈ മെഡിസിൻസ് ഒക്കെ ഡെലിവറി ചെയ്തിരിക്കുന്നത്. പ്രിസ്ക്രിപ്ഷനിൽ മാഡത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ട മെഡിസിനാണ് ഞാൻ സപ്ലൈ ചെയ്തത്. പക്ഷേ സ്റ്റോറിൽ നിന്ന് ഡെലിവറി ചെയ്തിട്ടുള്ള ആ മെഡിസിൻസ് ഡ്യൂട്ടി നഴ്സോ എന്റെ പേഷ്യൻസോ കണ്ടിട്ടുമില്ല, ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇത് എവിടെ പോയി? എനിക്കറിയാം, വൻ മാഫിയയുടെ ദല്ലാളനായി ആരോ ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. അതാരായിരുന്നാലും എന്റെ പ്രൊഫഷണൽ എത്തിക്സിനെയാണ് ചീറ്റ് ചെയ്തിരിക്കുന്നത്. ഹൂ എവർ ഹാസ് കമ്മിറ്റഡ് ദ ക്രൈം, ഐ വിൽ ബ്രിങ് ഹിം ഇൻ ഫ്രണ്ട് ഓഫ് ദി ലോ. അയ്യോ, ഒന്നും ചെയ്യല്ലേ. ഇതെന്റെ കൊച്ചുമോളാ. കൊച്ചുമോൾ എന്നോട് പേത്തി പിങ്കി ചെയ്യലാമാ. എന്ത് ചെയ്യാനാ, ഇങ്ങനെ ആയി പോയി. സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി. എന്റെ ഈശ്വര, ഇങ്ങനെ ഒരു സന്തതി. ഹെൽമറ്റും ജാക്കറ്റും ഇട്ട് നീ ആര്, ജെയിംസ് ബോണ്ടോ? നാട്ടുകാർ ഇപ്പൊ തല്ലിക്കൊന്നെ. പിന്നെ ഞാൻ കുറച്ച് കാശ് വെച്ചപ്പോ മുത്തശ്ശന്റെ കയ്യിലില്ല. എന്നിട്ട് രാവിലെ തന്നെ പൂർത്തി വെച്ചത് മാന്തി എടുക്കാൻ വന്നേക്കുന്നു. 200 രൂപയോ? ഇതാണോ ATM വന്ന് ഇത്ര മെനക്കെട്ടെടുത്തത്? കഷ്ടം. ചുമ്മാ അതല്ല, നാട്ടുകാര് പിശുക്കം പെള്ളാന്ന് വിളിക്കുന്നത്.
സിവിലിയൻ കോളനിയിലെ പിള്ളേരെ കൂടെ കൂടി എല്ലാ തെമ്മാടിത്തരങ്ങളും പഠിച്ചു വെച്ചിരിക്കുക. ഇങ്ങനെ ഒരു വിത്ത് എന്റെ മോന്റെ രക്തത്തിൽ തന്നെ പിറന്നൂല്ലോ. 50 പൈസ. എവിടെ? ഈശ്വര, അയ്യോ എന്റെ മാല. ഹലോ. ആ, എവിടെടാ? ഞാൻ നിന്റെ വീടിന്റെ മുമ്പിലുണ്ട്, നീ പുറത്തേക്ക് വാ. ആ, എന്തായി? സംഗതി സക്സസ് അല്ലേ? മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് 200 രൂപയെ കിട്ടിയുള്ളൂ. വീടിന് തീ പിടിക്കുമ്പോ ഫയർഫോഴ്സിന് മിസ് കോൾ അടിക്കുന്നതിനോ നിന്റെ മുത്തച്ഛൻ. ഇനി എന്ത് ചെയ്യും? സംഗതിയുടെ സീരിയസ്നെസ് അറിയാലോ. വേറെ നോപ്പിച്ചിട്ടുണ്ട്. ആഹാ, എന്തായാലും ഫാൻസി ഡ്രസ് പാടായില്ല. ചുമ്മാ അല്ല നിന്നെല്ലാവരും പങ്കെന്ന് വിളിക്കുന്നത്. പോടാ ഡാഷേ, ഇനി വീട്ടിൽ ചെന്ന പണ്ടത്തിന് പകരം മുത്തശ്ശൻ എന്റെ കുടൽപ്പണ്ട് എടുക്കും. അതുറപ്പല്ലേ? പോടാ പോടാ. എന്നാ പിടിച്ചേ, അപ്പൊ നമുക്ക് സ്പോട്ടിൽ വെച്ച് കാണാം. ഓക്കേ ഓക്കേ. ഇതിൽ ഒതുങ്ങൂ. ഒരു തുമ്മൽ വന്നത് എങ്ങാട് പോയാവോ? അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, സ്വഹ ആശ തീരും. ഒന്നുകിലാങ്കിളി അക്കരേക്ക് സ്വഹ, അല്ലെങ്കിൽ പെൺകിളി ഇക്കരേക്ക്, അല്ലെങ്കിൽ ആങ്കിളി അക്കരേക്ക് സ്വഹ. എന്റെ പെങ്ങൾക്കും അളിയനും ഇങ്ങനെ അക്കരെ ഇക്കരെ നോക്കി ജീവിതം തൊലക്കേണ്ട ഗതികേടായി പോയല്ലോ ദൈവമേ. പാവം, ഒന്നും കഴിച്ചു കാണില്ല. അനുഭവിക്കട്ടെ. ശുദ്ധനായ നമ്മുടെ അച്ഛനെ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ടാ വട്ടനാക്കി മാറ്റിയത്. ഒബാമ ഇപ്പൊ ഇങ്ങെത്തും ബാൻഡ് ബുക്ക് ചെയ്യാനായിട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഓട്ടോയുടെ ശബ്ദം കേട്ടില്ലേ? മോൾക്ക് സ്കൂളിൽ പോണ്ടേ? ഇങ്ങനെ മടിച്ചായാലോ? ഇക്കൊല്ലം കൂടി കഴിഞ്ഞാൽ അടുത്തത് 10ാം ക്ലാസ്സിലാ. മിടുക്കിയാണോ? അയ്യോ മോളെ, എന്താ ഇത്? സ്കൂളിൽ പോകുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ലെന്ന് അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചാർജ് ചെയ്തില്ലേ? കണ്ടില്ലേ, എന്റെ മകളെ പഞ്ചറടിക്കാൻ വേണ്ടി ആ തെണ്ടി പൂവാലം വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് അവന്റെ തലമണ്ട ഞാൻ തല്ലിപ്പൊളിച്ച് ബലിച്ചോറാക്കും. അച്ഛൻ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോയ ഇവനെ തല്ലി ഓടിക്കുന്നവരെ ഞാൻ ഏറ്റുന്നു. മോനെ, എന്താ അവനെ സൂക്ഷിക്കണം. അവന് ഭ്രാന്ത, നമ്മളെ പോലല്ല. അയ്യോ, അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിലെത്തണം. ഒബാമ വന്ന ഓട്ടോ കാശ് കൊടുക്കണേ. അവിടെ എന്തോ പ്രതിസന്ധിയാ. മോളെ വാ, പോവാ. നീ മൊബൈൽ ചാർജ് ചെയ്യ്. വാ, നടക്ക. തിരി കത്തിത്തീരുന്നവരെ കാത്തിരുന്നാല് വിഷം തട്ട അണ്ടം കരിയും. അയ്യോ, എന്തിനാ റോട്ടിൽ കിടക്കണത്? വീട്ടിൽ പോയി കിടന്നൂടെ? ഈശ്വരൻ രക്ഷിച്ചു. വന്നല്ല വാനര സംഘം. മാറി മാറി മാറി, ആരും അടുത്തേക്ക് വരരുത്. വിഘ്നേശ്വരനുള്ള നിവേദ്യമാണ്. ഉന്നം പിഴച്ചാൽ എന്റെ അന്നം മുട്ടും. ഒരു അപേക്ഷയുണ്ട്, ആർക്ക് കിട്ടിയാലും പാതി എനിക്ക് തരണം. ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റാ. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് പോലടാ. അയ്യോ, തേങ്ങക്ക് പോലും ഉന്നം ഇല്ലാതായി. ശുഭ ലക്ഷണം. എറിഞ്ഞത് തേങ്ങ, ഉടഞ്ഞത് കാല്. ഉന്നം പിഴച്ചതാ. ദൈവത്തിന് പോലും മതിയായല്ലോ. ചേച്ചി അവിടെ ആദ്യം പിടിച്ചിരിക്കുക. വല്ലതും കഴിച്ചാ? കാലത്ത് തന്നെ 2 അഗർബത്തി സ്റ്റാൻഡ് വിഴുങ്ങി. അഗർബത്തി സ്റ്റാൻഡാ? അഗർബത്തി പഴത്തിലാ കുത്തിവെച്ചിരുന്നത്. എന്ത് ചെയ്യാനാ? സ്വന്തമായിട്ടൊരു വൈഫ് ഹൗസ് ഉണ്ട്, ഹൗസ് വൈഫും ഉണ്ട്. പക്ഷെ ആ വാടക വീട്ടിൽ താമസിക്കാൻ എന്റെ യോഗം. സ്വയം വരുത്തി വെച്ചല്ലേ? ഞാനാ. ഇവിടെ ഇങ്ങനെ ഒരു പ്രേമകുടീരം കെട്ടി താമസിക്കാതെ അളിയന് ചേച്ചിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിക്കൂടെ? 13 തവണ ശ്രമിച്ചല്ലേ? അപ്പോഴൊക്കെ ആ വട്ടന്റെ അല്ല ആ വട്ടച്ചന്റെ കയ്യിൽ നിന്ന് തലക്കെട്ട് കിട്ടി. നല്ല ISI മാർക്കുള്ള മുദ്ര ഇപ്പോഴും എന്റെ മൂർധാവി കിടപ്പുണ്ട്. ശ്രീലങ്കട ഭൂപടം പോലെ. ചിരിക്കണ മധുര 16കാരിയെ സ്വന്തം ചിറകിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ? ആ വട്ടൊന്ന് മാറിക്കിട്ടാൽ എനിക്കൊരു ദാമ്പത്യമുള്ളൂ. അളിയനിപ്പോ കണ്ടകശനിയാ, അത് കൊണ്ടേ പോവും. എന്നെ വിളിച്ചോ? എത്ര കറക്റ്റാ. സോറി സോറി. കണ്ടകശനി കണ്ടത്തിലാ കൊണ്ടത്. சார், அந்த டாக்டர் என் மேல ஆக்ஷன் எடுக்கிறதுக்கு சான்சஸ் இருக்கு. நான் பார்த்து கவனமா தான் டீல் பண்ணேன். தெரியும். ஓகே சார். സാറ് നല്ല ചൂടിലാണെന്ന് തോന്നുന്നു. അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ പരാതിപ്പെട്ട സംഗതി കുഴയും. സ്റ്റീഫൻ இந்த வேலை ஆரம்பிச்சு ரொம்ப நாளாச்சு. ஒரு பெடக்கோழி வந்து கூவியதுണ്ടെന്നും ഞെട്ടില്ല. ആളത്ര നിസ്സാരക്കാരിയല്ല. സർവീസ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാ കേൾവി. ഇതോട് പെരിയ താപ്പാനങ്ങളോട് കൊമ്പ് കോർത്തവനായി സ്റ്റീഫൻ. പിന്നല്ലേ ഈ പീര പിടിയാണ്. കൊമ്പ് കോർക്കുകയല്ല, പ്രശ്നം ഒതുക്കി തീർക്കാൻ ഇനി നോക്കേണ്ടത്.
കാര്യത്തിന്റെ ഗൗരവം സ്റ്റീഫൻജിക്ക് അറിയാലോ. ഇതിന്റെ പേരിൽ നിയമ നടപടി ഉണ്ടായാൽ തൂങ്ങുന്നത് സ്റ്റീഫൻജി മാത്രമായിരിക്കും. ഇപ്പൊ ഈ ഫോണിൽ വിളിച്ച സാബു പോലും ഉണ്ടാവില്ല. ആ ഡോക്ടർ ലീഗലായി മൂവ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് സ്വാധീനിക്കാൻ നോക്ക്. മോള് ഞങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൽപ്പു, ഇതെന്റെ ഭാര്യ പല്ലവി, ഇത് പിന്നെ കല്യാണ ചെറുക്കൻ ഫാൽഗുണൻ. ഒന്ന് ചിരടാ, നല്ലോണം വിടരട്ടടാ. ഇവരുടെ തറവാട് പല്ലനേരിയില്ല, ഞാൻ പല്ലാവൂർത്താറില്ല. ഇപ്പൊ സെറ്റിൽ ചെയ്തിരിക്കണ പല്ലിശ്ശേരിയില്ല. എന്താ അറിയില്ല. ആരാ? എന്താപ്പത്? അളയാ പങ്കൻ ഓറാക്കൂ. എന്നാ പങ്കന്റെ എല്ലാം ഒടിഞ്ഞത് തന്നെ. കല്യാണം മുടക്കണ കേസാണ്. നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? ഈ കൊച്ചിനെ അച്ഛനോട് ചോദിക്കും. എന്താ പറഞ്ഞേ? മോനെ എന്തേ കേക്കണേ? സത്യമായിട്ട് എനിക്കൊരു അറിയില്ലമ്മേ. അറിയില്ലല്ലേ? പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളിന് കച്ചവടത്തിന് വന്നത് ഓർക്കണുണ്ടാ നിങ്ങള്? അന്ന് എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞത്? ഈ മിഴികൾ എത്ര മനോഹരം. അന്ന് തന്ന ചെറിയ ഡെപ്പോസിറ്റാ പലിശ അടക്കം വളർന്ന് ദേ ഇപ്പൊ ഈ പരുവത്തിലായത്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണേ? ഈ കൊച്ചിന്റെ അച്ഛന് ആരാണെന്ന് തെളിയിക്കണ DNA സർട്ടിഫിക്കറ്റ് ഇട്ടാണ് ഞാൻ വന്നേക്കണത്. ദേ നോക്ക്. അഭിലേഷനുണ്ടോ? ഉണ്ടല്ലോ മിസ്റ്റർ അച്ഛൻ. We are in. കൂടുതൽ തെളിവിന് ഞങ്ങളുടെ കൊച്ചിന്റെ കുണ്ട പോലെ നിക്കണ ഈ പല്ല് തന്നെ ധാരാളാണ്. അല്ല, ഇതെന്താ പകർച്ചവ്യാധിയോ? ഏതായാലും എന്നെ പൈതൃകം തെളിയിച്ചു. മോളെ മുത്തച്ഛനടുത്ത് വന്നേ. ഇറങ്ങണോ ഇവിടുന്നു? ഒരു പല്ലം ഫാമിലി വന്നിരിക്കുന്നു. അല്ല, ഞങ്ങൾ കൂടുതലൊന്നും വേഗം ചെല്ലളിയാ. ആരും പ്രശ്നം ഉണ്ടാക്കല്ലേ. വരണം. ചേട്ടാ ക്ഷമിക്കണം, ഞങ്ങൾ കളേഷോടെ ആൾക്കാരാ. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആങ്കർ പിങ്കി. അയ്യോ അമ്മേ, പിങ്കി. എന്റെ ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോറി, ഈ നല്ല മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളിങ്ങനെ മണ്ടം കളിപ്പിച്ചതിൽ ക്ഷമിക്കണം. TV കണ്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കണ്ട ആദ്യമായിട്ടാ. എന്തായാലും ചെക്കൻ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു മണ്ടൻ കിരീടണിയണം. ഇതും കൂടി. ഓക്കെ, ഇനി എല്ലാവരും ക്യാമറയ്ക്ക് വേണ്ടി ഒന്ന് പോസ് ചെയ്തേ. ഞങ്ങളോട് സഹകരിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ വക ഒരു സ്പെഷ്യൽ സമ്മാനം ഉണ്ട്. പിടിച്ചേ. ഓക്കെ, ബൈ ബൈ. എടാ രാഹുലേ, എന്ത് പറ്റി? ക്യാമറ പോയി. ബ്ലേഡുകാരും ഉണ്ടോയി. അവരോട് കടം വാങ്ങിയിട്ടാണ് കഴിഞ്ഞ തവണ നിന്റെ അച്ഛന്റെ വെട്ടിന് മർമ്മ ചികിത്സ നടത്തിയത്. കടം കിട്ടുമെന്ന് പറഞ്ഞാൽ കടിക്കുന്ന പട്ടിക്ക് വില പറയും. ഇതിനു മുമ്പ് അളിയന് വേണ്ടി ഞാൻ ജാമ്യം നിന്ന കാശ് വാങ്ങിയ ഒരു ടീം ഇപ്പൊ സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനടിച്ചു മാറ്റിയതാ മുത്തശ്ശന്റെ മാല. അപ്പൊ സംഗതി സോൾവ് ആയി. ഇത് വിറ്റ 2 കടവും തീർക്കാം. കഴുത്തിരിച്ച് കൊല്ലം അറിയാഞ്ഞിട്ടല്ല. എന്നാ കൊല്ലടാ. ഈ നിക്കണ എന്റെ അമ്മായിയപ്പനെ. എന്നെ കൊണ്ട് മതി, നീ വണ്ടി എടുത്തേ. എത്രയും പെട്ടെന്ന് ക്യാമറ കൈപ്പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് മുടങ്ങും. എന്ത് ചെയ്യാനാ? കാസറ്റോ അതിലായി പോയി. ഓരോ ദിവസം ഓരോ പുലിവാലായിട്ട് ഇറങ്ങിക്കോളൂ. എടാ, കടം വീട്ടാൻ ആർക്കും പറ്റും, പക്ഷെ അത് മേടിച്ചുവിട്ടുള്ള പാടെ എനിക്കറിയാൻ പാടുള്ളൂ. ഈ ജട പണയം വെച്ച വല്ലതും കിട്ടുവോ?